ഞാൻ ഡോക്ടർ സ്മിത ശിവൻ, വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ കർക്കിടക മാസം രോഗങ്ങൾ ഒരുപാട് കൂടുകയും നമ്മുടെ ശരീരബലം വല്ലാണ്ട് കുറയുകയും ചെയ്യുന്ന ഈ മാസം പത്തിലക്കഞ്ഞിക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് ഏവർക്കും അറിയാവുന്നതാണ്. പത്തിലകൾ വെച്ച് അതിൻ്റെ ചാറെടുത്ത് കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് പത്തിലക്കഞ്ഞി. തകരിയിലയും താളും പയറിൻ്റെ ഇലയും മത്തൻ്റെ ഇലയും ചേമ്പിൻ്റെ ഇലയും ചേനയുടെ ഇലയും ഒക്കെ ചേർത്തിട്ട് നാം കഞ്ഞി വയ്ക്കുന്ന ഒരു രീതി. പലപ്പോഴും നമുക്ക് തോന്നും ഇത് കയ്പും ചവർപ്പും ഒക്കെ ആയിരിക്കില്ലേ, എങ്ങനെ ഈ കഞ്ഞി കുടിക്കും എന്ന്. പക്ഷേ ശരിയാവണ്ണം ഈ കഞ്ഞി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കയ്പും ചവർപ്പുമൊക്കെ എവിടെ പോയി ഒളിച്ചു എന്നറിയില്ല. അത്തരത്തിൽ ടേസ്റ്റിയായിട്ട് നമുക്ക് ഈ കഞ്ഞി വെക്കാൻ സാധിക്കും. ഇത് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ കൂടി നമ്മുടെ കുഞ്ഞു മക്കളെ കൂടി പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അവരെയും ഈ കഞ്ഞി കഴിപ്പിക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ കഞ്ഞി ഈ ഒരു സമയത്ത് കഴിക്കുന്നതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ നിലനിർത്തുവാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുവാനും നമ്മുടെ ശരീരത്തിൻ്റെ ബലം കൂട്ടുവാനും നമ്മുടെ സന്ധികൾക്ക് ഉറപ്പ് നൽകുവാനും പ്രത്യേകിച്ചും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ ഒക്കെ പുറന്തള്ളാനും ഒക്കെ ഈ കഞ്ഞിക്ക് വളരെ വലിയ ശക്തിയാണുള്ളത്. ഈ കഞ്ഞി വളരെ ലഘുവായതുകൊണ്ട് തന്നെ, അതായത് വളരെ വേഗം ദഹിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ദഹന പചന വ്യവസ്ഥയെ ഒന്നും തന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ആ സ്രോതസ്സുകളെ, അതായത് നമ്മുടെ ഓരോ ചാനൽസിനെയും ക്ലിയർ ചെയ്യാനും നമ്മുടെ രക്തശുദ്ധി ഉണ്ടാക്കുവാനും അങ്ങനെ രോഗപ്രതിരോധ ശക്തി കൂട്ടി ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തി മനസ്സിന് കുറച്ചുകൂടി പ്രസന്നത നൽകിക്കൊണ്ട് നമുക്ക് ഈ കഞ്ഞി സേവിക്കാനാവും. ഈ കഞ്ഞി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും പഥ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കഞ്ഞിയോടൊപ്പം നാം പപ്പടമോ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങളോ അച്ചാറുകളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അച്ചാറുകൾ ഒഴിവാക്കാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം എരിവും പുളിവും ഉപ്പും ഏറ്റവും കൂടുതലുള്ള ഒരു ആഹാരമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഒഴിവാക്കാനായിട്ട് പറയുന്നത്. അല്ലാതെ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കുന്ന ഓരോ കറികളും, ഇപ്പം നമുക്ക് തോരനും അവിയലും ഒക്കെ കൂട്ടി, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പച്ചക്കറികളുടെ സൂപ്പൊക്കെ ഈ കഞ്ഞിയുടെ ഒപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുമ്പോൾ അവിടെയൊക്കെ ഉപ്പിന് പകരം, സാധാരണ ഉപ്പിന് പകരം ഇന്ദുപ്പും, പുളി കഴിയുന്നതും കുറച്ചുകൊണ്ട് മറ്റുള്ള ആഹാരത്തിൽ കഴിയുന്നതും കുടംപുളി ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പുളിയുടെ അളവ് കുറയ്ക്കുക. എരിവും നന്നായി കുറച്ച് വേണം നാം ആഹാരം കഴിക്കുവാൻ. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് നമ്മൾ ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗവും അതേപോലെ തന്നെ മോശമായിട്ടുള്ള ഏറിയേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗവും മിൽക്ക് ഷേക്കുകളുടെ ഉപയോഗവും ഒക്കെ, കാരണം നമുക്കറിയാം അതൊക്കെ വിരുദ്ധാഹാരമാണ്. നിറച്ച് മധുരമുള്ള ഒരു ആഹാര പദാർത്ഥവും, അതായത് പഴങ്ങളും മധുരമുള്ള പാലും ഒക്കെ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്ന മിൽക്ക് ഷേക്കുകൾ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ഗുണം ഈ ഒരു കഞ്ഞി കുടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ദശപുഷ്പങ്ങളൊക്കെ വെച്ച് കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് പലതരത്തിൽ നമ്മൾ ഈ ഒരു സമയത്ത് പാൽക്കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കുന്നൊരു രീതിയുണ്ട്. ഈ പറയുന്ന പത്തിലക്കഞ്ഞിയിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് കഞ്ഞി നല്ലോണം വെന്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കാം. കൊളസ്ട്രോൾ അധികമുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിവാക്കുക. പ്രത്യേകിച്ചും സാധാരണ ഉപ്പിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദുപ്പ് ചേർക്കാൻ പറഞ്ഞു. BP ഒരുപാട് ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെയും അളവ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധയോടും ചിട്ടയോടും അതോടൊപ്പം തന്നെ നമ്മുടെ വ്യായാമത്തിനും ഉറക്കത്തിനും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു കർക്കിടക മാസത്തിനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ, ഈ ഒരു ദിവസം മുതൽ നമുക്ക് കർക്കിടക കഞ്ഞി ശീലിക്കാം. ഔഷധ സേവ വേണ്ടവർക്ക് അങ്ങനെ, അതേപോലെ തന്നെ ചികിത്സ വേണ്ടവർക്ക് അത്തരത്തിലും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യപൂർണമായ ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.